ഇന്നത്തെ നമ്മുടെ യാത്ര ഫോർട്ട് കൊച്ചിയിലേക്കാണ്. സാന്റാക്രൂസ് ബസിലിക്ക. ഇത് വെറുമൊരു കത്തോലിക്ക പള്ളിയല്ല. ഇത് വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും അതിലുമൊക്കെ കൂടുതലായി ദൈവസാന്നിധ്യത്തിന്റെയും ഒരു ആത്മീയ പ്രതീകമാണ്. ഈ പള്ളി ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് 1505-ലാണ്. യൂറോപ്യൻ കാലനിവാസത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ പോർച്ചുഗീസ് മിഷണറിമാർ ഈ പ്രദേശത്തെത്തിയപ്പോൾ അന്നത്തെ കൊച്ചി രാജാവ് ക്രൈസ്തവരായ പോർച്ചുഗീസുകാർക്ക് കൃപയോടെ ഭൂമിയും പള്ളി പണിയാൻ അനുമതിയും നൽകി. ആ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളി രൂപം കൊണ്ടത്. ഇത് കൊച്ചിയിലെ ഏറ്റവും പുരാതന കത്തോലിക്ക ആരാധനാലയങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. 1505-ൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ പള്ളി കൊച്ചിയിൽ അവർ നിർമ്മിച്ച 8 പള്ളികളിലൊന്നാണ്. പിന്നീട് 1557-ൽ ഇത് കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 1795-ൽ ബ്രിട്ടീഷുകാർ കൊച്ചി കീഴടക്കിയതോടെ അവർ പല പള്ളികളും തകർത്തു. 1806-ൽ ഈ പള്ളിയും തകർക്കപ്പെട്ടു. എന്നാൽ അതിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് പള്ളിയുടെ പുറത്ത് കാണാവുന്ന ഒരു ഓർമ്മക്കല്ല് അതിന്റെ പഴയ ഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പള്ളിയുടെ നിർമ്മാണം 1887-ൽ ആരംഭിച്ചു. അതിന്റെ പുനർജനത്തിന് നേതൃത്വം നൽകിയ ബിഷപ്പ് ജോവോ ഗോംസ് ഫെരറയും ബിഷപ്പ് മാത്യൂസ് ഡി ഒലിവേറ സേവറും ചേർന്ന് 1905-ൽ ഈ കത്തീഡ്രൽ പൂർണ്ണതയിലേക്കെത്തിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന ചർച്ച് ഗോത്തിക് റിവൈവൽ ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ അങ്കണങ്ങളും ഇരട്ട ബേൽ ടവറുകളും അതിലെ ഉയരമുള്ള മതിലുകളും അതിലേക്ക് വരുന്ന വെളിച്ചവും അത്യന്തം ആകർഷകമാണ്. പള്ളിയുടെ അലങ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇറ്റലിയിൽ നിന്നുള്ള പ്രശസ്ത കലാകാരനായ ഫാദർ ആന്റോണിയോ മോസ്കേനിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഡി ഗാമയും ചേർന്നാണ് ഈ പള്ളിയുടെ അൾത്താരയും ചുമരുകളിലെയും പെയിന്റിങ്ങുകളും ചെയ്തിരിക്കുന്നത്. യേശുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, കഷ്ടതകളും വിജയങ്ങളും ഇവിടത്തെ പെയിന്റിങ്ങുകളിൽ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നു. വാതിലുകളിലുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ആലോകപ്രവാഹം കൊണ്ട് പള്ളിയുടെ ഉൾഭാഗത്ത് ദിവ്യത നൽകുന്നു. വിശ്വാസത്തിന്റെ പ്രകാശമാണ് ഓരോ നിറത്തിൽ നിന്നും പുറത്തുവരുന്ന ഓരോ കിരണത്തിലും കാണാൻ കഴിയുന്നത്. പള്ളിയുടെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആഴത്തിലുള്ള ശില്പകലയും അലങ്കാരങ്ങളും തീർച്ചയായും കലാരസികരുടെ കണ്ണിൽ ഒരിക്കൽ കൊണ്ടുപിടിക്കാൻ കഴിയാത്തതായിരിക്കും. ഇന്ന് ഈ ബസിലിക്കയിൽ പ്രതിദിനം കുർബാന നടക്കുന്നു. വിശ്വാസികൾ വലിയ എണ്ണത്തിൽ പങ്കെടുക്കുന്നു. പ്രാർത്ഥനയും സമാധാനവും തേടുന്നവർക്കും വിദേശ സഞ്ചാരികൾക്കും ഇത് വിശ്രമമാകുന്ന ആത്മീയ കേന്ദ്രമാണ്. കേരളത്തിലെ പല തിരുനാളുകളും മതപരമായ ഘോഷയാത്രകളും ഇവിടെ നടക്കുന്നത് വലിയ ആകർഷണമാണ്. വിശ്വാസത്തിന്റെ ഭാവം പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നു ഈ ആരാധനാലയത്തിൽ. 1984-ൽ വിശുദ്ധ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ഈ പള്ളിയെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തുകയും അത് വിശ്വാസികൾക്കുള്ള വലിയ അംഗീകാരമായി മാറുകയും ചെയ്തു. ഫോർട്ട് കൊച്ചി സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയും ഈ ചർച്ച് കാണാതെ പോകാറില്ല. ഇത് നാട്ടുകാരുടെയും വിദേശ സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഒരു ദർശന കേന്ദ്രമാണ്. പല വിദേശ ടൂറിസ്റ്റുകളും പറയാറുണ്ട്, ഇന്ത്യയിൽ കണ്ട ഏറ്റവും മനോഹരമായ പള്ളിയാണിത് എന്ന്. ചിലർക്കത് വിശ്വാസത്തിന്റെ സ്ഥാനമാകുമ്പോൾ ചിലർക്കത് ശാന്തതയുടെ അഭയം കൂടിയാണ്. ഫോർട്ട് കൊച്ചി എന്നത് തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സങ്കേതമാണ്. ജൂ സ്ട്രീറ്റ്, ചൈനീസ് ഫിഷിംഗ് നെറ്റുകൾ, ഡച്ച് സെമിത്തേരി, മട്ടാഞ്ചേരി പാലസ് എല്ലാം ചേർന്ന ചരിത്രപരമായ കാഴ്ചകളാണ് ഈ പ്രദേശം നൽകുന്നത്. അതിനിടയിൽ സാന്റാക്രൂസ് ബസിലിക്ക ഒരു പ്രാവശ്യം തീർച്ചയായും കാണേണ്ടതാണ്. ഒരു ചെറിയ തീരദേശ പട്ടണമായ ഫോർട്ട് കൊച്ചിയുടെ ഹൃദയത്തിൽ ഇത്ര വലിയൊരു ദൈവ സാന്നിധ്യമുള്ളത് തീർച്ചയായും നമ്മെ അത്ഭുതത്തിലാഴ്ത്തും. ഈ പള്ളി കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ മുഖമാണ്. അതിന്റെ ചരിത്രം കേൾക്കുമ്പോഴും അതിന്റെ പൈതൃകം അനുഭവിക്കുമ്പോഴും നമ്മളൊരു കാലയാത്രയിലായെന്ന പോലെ തോന്നുന്നു. അന്യഭാഷക്കാരും അന്യമതസ്ഥരും പോലും ഇവിടെ എത്തിയാൽ വിശ്വാസത്തിന്റെ സമാധാനം അനുഭവിക്കുന്നുവെന്ന് പറയുന്നത് അതിന്റെ സാക്ഷ്യമാണ്. തീർച്ചയായും ഈ ബസിലിക്കയെക്കുറിച്ചുള്ള അറിവ്, അതിന്റെ സന്ദർശനം നിങ്ങൾക്കിഷ്ടപ്പെടും. അതിനാൽ തന്നെ നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ പള്ളി കൂടി ഉൾപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. സാന്റാക്രൂസ് ബസിലിക്ക. ഇത് വെറും ഒരു പള്ളിയല്ല. ഇത് ആത്മീയതയുടെയും കലയുടെയും ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു ജീവനുള്ള കഥയാണ്.